ലോകം ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ ഫ്രാൻസും അമേരിക്കയുമൊക്കെ ഒരു വെടിനിർത്തലിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസാന നിമിഷത്തിലും ഇസ്രായേൽ അവരുടെ സൈനിക വിന്യാസം അതിർത്തിയിൽ പൂർത്തിയാക്കുന്നതായിട്ടാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇസ്രായേലിലെ സൈനിക വ്യൂഹത്തെ മുഴുവൻ, അതായത് അവരുടെ സേനയെ മുഴുവൻ IDF എന്നാണ് പറയുന്നത്, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. അതിന് കീഴിൽ ഇസ്രായേൽ ഗ്രൗണ്ട് ഫോഴ്സ് ഉണ്ട്, ഒപ്പം തന്നെ എയർഫോഴ്സ് ഉണ്ട്, നേവിയുണ്ട്. ഇതായാലും അവർ ടാങ്കുകൾ അതിർത്തിയിലേക്ക് നീക്കി തുടങ്ങിയിരിക്കുന്നു. മെർക്കസ് എന്ന് പറയുന്ന ടാങ്കാണ് ഇസ്രായേൽ സാധാരണഗതിയിൽ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടാങ്കുകളിലൊന്ന്. അതിനോടൊപ്പം തന്നെ 401 ബ്രിഗേഡ്, 52 ബ്രിഗേഡ്സ് തുടങ്ങിയവരും 98 ഡിവിഷൻ, കരസേനയുടെ ഡിവിഷൻ, അത് നേരത്തെ തന്നെ അതിർത്തിയിലേക്ക് നീക്കിയിരുന്നതാണ്. തെക്കൻ ലെബനന് സമീപം ബോർഡറിലാണ് ഇത്തരത്തിലുള്ള ടാങ്കുകളെ വിന്യസിച്ചിരിക്കുന്നത്. ബരാക് ടാങ്കുകൾ, വലിയ സവിശേഷതയുള്ള ബരാക് ടാങ്കുകളാണ് ഇപ്പോൾ പുതിയതായി അവിടെ എത്തിച്ചിരിക്കുന്നത്. ഇത്തരം ടാങ്കുകളെ കണ്ടു എന്ന് ലെബനീസ് മാധ്യമങ്ങളും പറയുന്നു. അൽ ജസീറ ഉൾപ്പെടെയുള്ളവയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ വിൻഡർ സ്പ്രേക്കർ എന്ന് പറയുന്ന ഒരു ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനം കൂടിയുള്ള ഒരു ടാങ്കാണിത്. കഴിഞ്ഞ ദിവസം തന്നെ കരസേനയുടെ യുദ്ധത്തിന് തയ്യാറെടുക്കുവാനായിട്ട് ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി, അതായത് ഇസ്രായേലിലെ സേനാ മേധാവിയാണ്, അദ്ദേഹം ഈ കരസേന അംഗങ്ങൾക്ക് ഉത്തരവ് നൽകിയിരുന്നു എത്രയും പെട്ടെന്ന് യുദ്ധത്തിന് തയ്യാറെടുക്കാൻ. ഏതായാലും ഹദാബാദ് ബാരിയയിൽ ഈ ടാങ്ക് തീപിച്ച് നശിപ്പിച്ചതായി, അതിനെ മിസൈൽ ആക്രമണത്തിലൂടെ നശിപ്പിക്കുകയും ഈ ടാങ്ക്, ഇസ്രായേൽ ടാങ്ക് ഈ ഹദാബ് യാരിൻ പ്രദേശത്ത് വെച്ച്, ഇസ്രായേലിൻ്റെ ടാങ്ക് ബോർഡർ പ്രദേശത്ത് വെച്ച് തകർക്കുകയും അത് തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തതായിട്ട് ഹിസ്ബുള്ള അവകാശപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ മെർക്കാവ ടാങ്ക് അതിർത്തിയിൽ ഉടനീളം വിന്യസിച്ചിട്ടുണ്ടെന്ന് അത് മൂവ് ചെയ്യുന്നതുമായി അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴും അത്തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് ചില ലെബനീസ് മാധ്യമങ്ങൾ നൽകുന്നത്. അതായത് ഈ ചർച്ച ഏതെങ്കിലും കാരണവശാൽ നടക്കാതെ വന്നാൽ ഇനി ഒരു നിമിഷം പോലും വൈകില്ല, ഈ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന ഈ ടാങ്കുകൾ അതിർത്തി കടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും നിർണായകമായ ഒരു 24 മണിക്കൂർ കടന്നു പോയിരിക്കുന്നു. ഇന്നത്തെ ഒരു 24 മണിക്കൂറിനുള്ളിൽ തന്നെ അതിൻ്റെ ഒരു നീക്കങ്ങൾ അറിയാൻ കഴിയും. ഏതായാലും ഇസ്രായേൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചയിൽ പൂർണ്ണ വിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല എന്ന് വേണം നമുക്കിതിനെ കാണുവാനായിട്ട്. കാരണം ഈ അതിർത്തിയിലുടനീളം കരസേനയെ യുദ്ധസജ്ജരാക്കുകയും ഒപ്പം ടാങ്കുകൾ വിന്യസിക്കുകയും കൂടി ചെയ്തൊരു സാഹചര്യം വരുമ്പോൾ ഏത് നിമിഷവും ഈ ചർച്ച അലങ്കോലപ്പെട്ടു പോകാനോ ഇല്ലെങ്കിൽ വെടിനിർത്തലിലേക്ക് എത്താതിരിക്കാനുള്ള സാധ്യത കൂടി ഇസ്രായേൽ കാണുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അവർ നേടിയിരിക്കുന്നൊരു മേൽക്കൈയുണ്ട് ലെബനന് മേൽ. അതായത് തുടർച്ചയായി നിരന്തരം എയർ സ്ട്രൈക്കിലൂടെ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ വിറപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ കരസേനയ്ക്ക് കൂടി മൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു വലിയ മുന്നേറ്റം ഇസ്രായേൽ സേനയ്ക്ക് ഉണ്ടാക്കാൻ കഴിയും. അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ വെയിറ്റ് ചെയ്യുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് UN ജനറൽ അസംബ്ലിയിൽ അംഗങ്ങളെ അഭിസംബോധന ചെയ്യുന്നുമുണ്ട്. ഏതായാലും അതിനിടയിൽ ഒരു അറ്റാക്ക് ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇസ്രായേൽ ആയതുകൊണ്ട് ഒന്നും പറയാനും കഴിയില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.